ഞാൻ എവിടുന്നോ ഒരു കരക്കമ്പി കേട്ടു, ഞാൻ തോറ്റു. ഞങ്ങളുടെ മിസ്സാണ് എൻ്റെ ഏതോ ഒരു ഐറ്റത്തിന് നമുക്കിങ്ങനെ വോളണ്ടിയർ ചെയ്യാനൊരു ടീച്ചർ ഉണ്ടാവുമല്ലോ ആയിട്ട് വന്നേക്കുന്നത്. ഇതേ മിസ് തോറ്റുന്നേ കേട്ടിട്ടുള്ളൂ, മാർക്ക് അറിയത്തില്ല അപ്പോഴും. ഇല്ലില്ല, മാർക്ക് അറിഞ്ഞു എത്ര, അതായത് ലൈക്ക് 5 താഴെ എന്തോ അങ്ങനെ എന്തോ ഞാൻ അറിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ഇനി ക്ലാസ്സിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. പക്ഷെ കോമ്പറ്റീഷൻ വൻ പെർഫോമൻസ് എനിക്ക്. പക്ഷെ എന്റെ പേടി, പക്ഷെ ഈ ടീച്ചർ ഓർക്കുന്നില്ല എനിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന്. പക്ഷെ ഇവരെന്നെ കണ്ടിട്ട് മുഖമൊന്നും കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് ടെൻഷനായി. ചില ടീച്ചേഴ്സ് ഉണ്ടല്ലോ മറ്റേ സൈലന്റ് ട്രീറ്റ്മെന്റ് തരും. അപ്പൊ ഞാൻ മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്ത് ചിരിച്ചാടിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി ടീച്ചർ അറിഞ്ഞിട്ടുണ്ടെന്നാണ്. ടീച്ചർ മറന്നുപോയതാ. അത് കലോത്സവം കഴിഞ്ഞ് ക്ലാസ്സിൽ ചെന്നിട്ട് ഇങ്ങനെ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓഫ്, അപ്പം ഞാൻ നോക്കുമ്പോൾ പിള്ളേർ പറഞ്ഞാൽ ശരിയാ, 2 മാർക്ക് 80. 80. എങ്ങനെ സ്റ്റെപ്പിനാണോ കിട്ടിയത് അതോ മാത്സിനാണോ? അത് കോപ്പി അടിച്ച് കിട്ടിയ 2 മാർക്ക്. അത് ആരുടെ ആയിരുന്നു ആ 2 മാർക്കിന്റെ കോപ്പി അടി? ഏത് ഫ്രണ്ടിന്റെ ആയിരുന്നു? ഞാൻ പേപ്പർ നിറച്ചെഴുതിയിട്ടുണ്ട്. എന്തെഴുതിയിട്ടുണ്ട്? അക്ഷരോ? എന്തൊക്കെയോ ഞാൻ എന്റെ അറിവിൽ എന്റെ എന്നിട്ട് അത് കോമഡി അതല്ല, ഞാൻ മാർക്ക് കൂട്ടുമ്പം ഞാൻ ജയിച്ചിട്ടുണ്ട്. അതായത് ഞാൻ കൂട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റെപ്പ് എഴുതാതെ ആൻസർ എഴുതിയാലും ഒക്കെ ഇതിന് ആൻസർ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് 1 മാർക്ക് കിട്ടും. മിസ്സിന്റെ ധാരണയിൽ അതിന് മിസ് എനിക്ക് 1 മാർക്ക് തരില്ല. കണക്കിന് സ്റ്റെപ്പ് എഴുതാതെ ആൻസർ എഴുതുന്നു, ചുമ്മാ കോപ്പി അടിച്ചൊക്കെ എഴുതുവാണ്. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ധാരണ നിനക്ക് 1 മാർക്ക് 2 മാർക്ക് കിട്ടുന്ന. പക്ഷേ ഇല്ല, ഞാൻ മറ്റേ ലാവിഷായിട്ടാണ് കണക്ക് കിട്ടുന്നത്. ജയിച്ചു, യെസ് സെറ്റ്. ഞാൻ വീട്ടിൽ ചെന്നൊക്കെ പറയും ഞാൻ ജയിക്കും, എന്തായാലും ജയിക്കും എന്ന് പറയും. പക്ഷെ ജയിക്കില്ല. മാർക്ക് ഞാൻ ഞെട്ടും. എൻ്റെ ഇമാജിനേഷനിൽ പോലും ഇല്ല 2 മാർക്ക് കിട്ടുന്നത്.